ആടാ ഞാൻ ദാമുവാണേ. എന്തുവാടാ ഈ പാതിരാത്രി? ഞാൻ ആ പ്രതിയുടെ പെണ്ണിനെ കാണാൻ വേണ്ടി വന്നതാ. ഈ സമയത്താ? ആരടാ ദാമുവാ? ആ അന്നേ എല്ലാരും കൂടി എങ്ങോട്ട്? ഇന്നും മീൻ പിടിക്കാൻ തന്നെ. ഇതെന്തോ നച്ചൻ. ഇനിയെങ്കിലും ആ ചെറുക്കനെ ജീവിക്കാൻ വിട്. ചുമ്മാ ഒരു അവന്റെ കാര്യം അവൻ നോക്കിയോളൂ. നീ ഒരു ഓരം പിടിച്ച് വീട്ടിൽ പോന്നോ? നിന്റെ പെണ്ണ് അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു. വീട്ടിൽ പോ, വീട്ടിൽ പോ. എത്രനാള് മൊത്തം അവന്റെ പള്ളയില്. ഈ മുതുക്കന്മാരോട് കമ്പനി അടിച്ച് നിന്റെ ജീവിതം എന്തിനാ തൊലയിക്കുന്നത്? ആ നമസ്കാരം മോളെ. ഞാനാണ് ഈ നാട്ടിലെ ചെത്തുകാരൻ ദാമു. കൈ ഒടിഞ്ഞ കാരണം കല്യാണത്തിന് വരാൻ പറ്റിയില്ല. സോറി. നീ ദേവത പോലുള്ള പെണ്ണിനെയും തനിച്ചാക്കിയിട്ട് ഈ മുതുക്കന്മാരോടെ പോയി ജീവിതം കൊഞ്ഞാട്ടാക്കാതെ. എടാ, ചെത്തിയ കള്ളും കെട്ടിയ പെണ്ണും ഒരുപോലെ. ഉപയോഗിച്ചില്ലെങ്കിലേ അവന് കാര്യം മനസ്സിലായി. സാധു മനുഷ്യനാ. തെയ്യക്കണ്ടാരോ. ഞാൻ പോയിട്ട് വരാം. ഇതെന്താടാ ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയത്? അത് മരുന്നടിക്കുന്നുണ്ട് ചേട്ടാ. നിന്റെ മരുന്നടിയെ കുറിച്ചല്ല, ഞാൻ ഈ തേങ്ങയുടെ കാര്യമോ ചോദിച്ചോ. അജയണ്ണ, കയ്യിലെന്തോന്ന് കൊലയാ? കയ്യില് മാത്രമല്ലടാ. വേണ്ടായിരുന്നു. ഒറ്റയ്ക്കായല്ലേ? നിന്റെ കൂട്ടുകാരൻ പെണ്ണ് കെട്ടിയപ്പോ ആളാകെ മാറിപ്പോയല്ലോടാ. എല്ലാം കൂടെ ഒരിടത്ത് പറക്കിയിട്. പറക്കിയിട്. അവന് ടെൻഷനാട്ടാ. 10 ദിവസത്തിനകത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണ്ടേ? ഇപ്പൊ പഴയതുപോലെ അല്ലല്ലോ. അതൊക്കെ അവന്റെ അഭിനയമാടാ. മായ വിശേഷിച്ചാരും അല്ലല്ലോ. അവന്റെ പെങ്ങളല്ലേ. അവള് പറഞ്ഞതാ 40 സെന്റും കൂടെ അവളങ്ങെടുത്തോളാന്ന്. അതവന് പറ്റത്തില്ല. അതിമോഹം. അതപ്പോ ഞാൻ അറിഞ്ഞില്ല. അതും 40 സെന്റ് ഒരുമിച്ച് വേണ്ട. അമ്മയെ അടക്കിക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി അവൾ എടുത്തോളാന്ന്. അവൻ സമ്മതിക്കൂല. അച്ചി കൊന്തൻ. അവന് പ്രാന്താ. നീ നോക്കിക്കോ, അവൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഞാൻ പുല്ല് കളഞ്ഞേച്ചെന്റെ പാട്ടിനങ്ങ് പോവും. അല്ല പിന്നെ നീ എവിടെ താമസിക്കുന്നു? ഗുരുവായൂര്. കേശവനാ പേര്? ഗുരുവായൂർ കേശവ. അച്ഛന്റെ പേര്? പാമ്പാടി രാജൻ. ഹലോ, പെണ്ണ് കിട്ടിയില്ല ഇതുവരെ കേട്ടാ. ചെറിയ വെളിപ്പുണ്ടെന്ന് എല്ലാരും പായസം ഉണ്ടാക്കാൻ ആര് പറഞ്ഞു? നമ്മളൊന്നും പറഞ്ഞൊന്നുമില്ല. പായസം വിളിച്ച ചെറുതായിട്ടൊരു വെളിപ്പുണ്ട്. സംഭവം എന്താണെന്ന് അറിയാമോ? ആരോടും പറയണ്ട. കല്യാണത്തിന് മുമ്പ് പെണ്ണ് പിഴച്ചു പോയാ പായസം വളിക്കും. കല്യാണത്തിന് മുമ്പ് പെണ്ണ് പിഴച്ച പായസം വളിക്കുന്നു. അതെന്ത്? അതങ്ങനെയാണ്, ശാസ്ത്രമാണ്. എന്റെ അപ്പച്ചിയുടെ മോളെ കല്യാണമാണ്. അവക്ക് എന്ത്? അവക്ക് എന്തോന്ന് പറഞ്ഞ? ഈ കൊച്ചല്ല. അല്ല, നിങ്ങൾ എന്താ പറഞ്ഞല്ലോ? ഈ കൊച്ചല്ലെന്ന്. പിന്നെ ഇവിടുത്തെ പാചകക്കാരനാരാ? രവിയാമൻ. അയാൾക്ക് ഒരു മോളുണ്ടല്ലോ. അവരുടെ മോള് സുമ. അവളെന്റെ മുറപ്പെണ്ണ്. അപ്പന്റെ കൂടെ പഠിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, മറ്റേ തലയിൽ തട്ടൊക്കെ ഇട്ടു മറ്റേ കൂടെ നടക്കുന്ന ഫാത്തിമ. എന്റെ കൊച്ചപ്പയുടെ മോള്. നിന്റെ ബന്ധു? അങ്ങനെയാണെങ്കിൽ പായസം വിളിക്കാൻ വഴിയില്ലല്ലോ. നിങ്ങൾ പോയണ ആരും ഒന്നും പറയാൻ പറ്റുന്നില്ല. എല്ലാരും ബന്ധുക്കളാ. പായസം എടുത്ത് കുഴിച്ചു മൂടാൻ പറ, അല്ലെങ്കിൽ ഇങ്ങനെ അവിഹിതം ഉണ്ടാകും. ഇനി ആർക്കും പായസം കൊടുക്കണ്ടേ? പായസത്തിൽ അണ്ടിപ്പരിപ്പെല്ലാം പിറക്കിയെടു. ഇവിടെ ഇരിക്കണ അടിച്ചോണ്ട് നമ്മള് വിളിക്കാൻ ഇല്ല. പോയാ ഒന്ന് ചുമ്മാ ഇല്ലയാ. സ്വന്തം മകനല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ? സത്യമാണല്ലയാ. അവന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവനെ കാണാനേ പറ്റിയിട്ടില്ല. അവൻ എപ്പോഴും ആ പെണ്ണിന്റെ പുറയിലാ. അവനെ കുറ്റം പറയാൻ പറ്റൂല. അവന്റെ അപ്പൂപ്പനും അങ്ങനെയാ, ഒരു പെൺകോന്തൻ. തന്തയ്ക്ക് പറഞ്ഞു കളിക്കരുത്. തന്തയ്ക്ക് പറയരുത്, മര്യാദയ്ക്ക് പറഞ്ഞു സംസാരിച്ചോളാം.
സത്യമാണളിയാ, എന്ത് സത്യം? അളിയന്റെ അച്ഛൻ ഒരു പെൺകോന്തനായിരുന്നു. വെള്ളമടിച്ച് മര്യാദയ്ക്ക് സംസാരിച്ചോണം. എന്റെ സ്വഭാവമാരുടെ എന്ത് മര്യാദ? എന്ത് മര്യാദ? എന്റെ എന്തോന്ന് കാണിച്ചു? നിന്റെ അച്ഛനാ അങ്ങനെ കാരണമാടാ എന്തോന്ന്? ആ വഴിയില്ലാത്ത പര്യടം കല്യാണം കഴിഞ്ഞപ്പം ശ്രീധനായിട്ട് എനിക്ക് എഴുതി തന്നത്. അതിനിപ്പോ എന്തുണ്ട്? അതിന്റെ പേരില്ല എന്റെ പെണ്ണ് ചെറിയ പ്രായത്തില് എന്നെ വിട്ടു പോയത്. എന്നിട്ട് അവന്റെ ഒരു അച്ഛൻ ഇന്തരത്തെ എന്റെ തന്തയ്ക്ക് വിളിക്കരുത്. വിളിക്കോടാ, നീ വിളിക്കോ? വിളിക്കോടാ. എടാ നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മാളൂനെ കൊണ്ട് എവിടെ പോവാനാ? അച്ഛനും മാമനും എല്ലാം ഒരു തമാശ. അത് ഞാൻ സംസാരിക്കാന്ന്. എന്ത് സംസാരിക്കാൻ? നീ ഒന്ന് അടങ്ങടാ. നിനക്കത് പറയാം. എന്റെ പ്രശ്നങ്ങൾ എനിക്കല്ലേ അറിയൂ. എടാ നിനക്ക് ഞാനില്ലേ, നീ ഒന്ന് സമാധാനപ്പെട്. അച്ഛന്റെ വാശിയാ എല്ലാത്തിനും കാരണം. നീ വിഷമിക്കണ്ട, എന്തെങ്കിലും വഴിയുണ്ടാവും. ഞാൻ കാരണം പാവം പിടിച്ച ഒരു പെണ്ണും കൂടെ പെരുവയിലാവും. അത് മാധവേട്ടൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? എന്ത്? നിന്റെ അച്ഛൻ ചാവണം. അയാള് ചത്താ നീ രക്ഷപ്പെടും. അതെങ്ങനെ? 10-15 ലക്ഷം രൂപ ഇൻഷുറൻസ് തുക കിട്ടും. അതുപോലെ ഇവന്റെ ജീവിതം രക്ഷപ്പെടാൻ. പൊന്നുകാക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മീതെ ചാഞ്ഞാൽ അത് വെട്ടണം. അതിലൊരു തെറ്റുമില്ല. നിന്റെ അച്ഛനും പെങ്ങളും ഒക്കെ ഒന്നായി, നീ അതറിഞ്ഞോ? ഗോപാലേട്ടൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്. മതി, നിർത്ത് മാമാ. ഒരു തവണയെങ്കിലും എനിക്ക് ജയിക്കണം. അതിനാരെ കൊല്ലണം പറ. അതിനൊരാളുടെ കൂടി സഹായം വേണം. ദാ സാധനം. മറ്റതെവിടെ? ഇത് വേണോ മാമ? ഡാ, നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം, മിണ്ടരുത്. ഇവിടെ ഇരിക്കുവായിരുന്നു. ആ അനന്തുവാ, നല്ല മഴക്കോളുണ്ടല്ലോടാ. ഇനി കുറച്ചു ദിവസം അങ്ങോട്ട് മഴ കടും. ആ ശരിയാ, നമുക്കൊന്ന് ചൂടാക്കിയാലോ? ദാ നല്ല അസല് നടുമുട്ടിയാ. ഇത് എവിടെ നിന്ന് ഒപ്പിച്ചതാ? ആ അതൊക്കെ ഒപ്പിച്ചു. കാലെങ്ങനെയുണ്ട്? ആ പറഞ്ഞ പോലെ ശരിയാ, നല്ല മഴക്കോളുണ്ട്. മഴയ്ക്ക് മുന്നേ ഞാൻ അങ്ങ് പോയേക്കാം. ഓ ഓ ഓ മാമ ഇറക്ക് ഇറക്ക്, കൊണ്ടുവാ പെട്ടെന്ന് കൊണ്ടുവാ. മാധവന്റെ ആരാ ഉള്ളേ? ഡോക്ടർ വിളിക്കുന്നു. എന്താ ഡോക്ടർ? ഇതിപ്പോ പോലീസിൽ അറിയിക്കേണ്ടി വരും. എന്ത് പറ്റി? വ്യാജ മദ്യമാണകത്ത്, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അയ്യോ സാറേ, നമ്മുടെ ലൂയിസ് മോലയുടെ കള്ള് ഷാപ്പിൽ നിന്ന് മദ്യം വാങ്ങിയത്. പിന്നെ ചാരായത്തിന് വീര്യം കൂട്ടാൻ വേണ്ടി മാധവേട്ടൻ തന്നെ എന്തോ മിക്സ് ചെയ്തത്. പോലീസ് എത്തിയ സാമ്പിൾ കൊടുക്കേണ്ടി വരും.
ഇത് പിന്നെ സാറിന് എന്നെ നടക്കേട്. താനെന്തായാലും ലൂയിസ് അറിയുന്ന ഇപ്പോൾ ഒന്നും അറിയിക്കണ്ട. ഞാൻ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ശരി സാർ. എന്താടാ നീ വാ പറയാം. വാ വാ സിസ്റ്റർ, ചീഫ് നീ ഡോക്ടർ കാര്യം എന്താന്ന് പറ. വാ പറയാം. എടി ജോലിക്കും കൂലിക്കും പോവാത്ത ഇവനെ എവിടുന്ന് കിട്ടി ഇത്രയും കാശ്? ഇനി ഈ വീട്ടില് പോലീസ് കൂടെ കയറാൻ ബാക്കിയുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നാട്ടുകാരുണ്ട്. ഈ മനുഷ്യൻ എന്നെ നാണം കേട്ടു. എനിക്ക് ഇന്നറിയണം ഈ പൈസ എവിടുന്നാ ദൈവമേ, എന്താ ചാച്ചന് അങ്ങേർക്ക് വട്ട്. കാര്യം എന്തോന്നു? അതാ വിസ വന്നതിന്റെ പ്രശ്നമാണ്. വിസ വന്നാ? ആ വന്നു. അപ്പൊ പൈസ അത് കൊടുത്തു. ഈ നാട്ടിലെ പൈസയുള്ള ഒരാള് മാത്രമല്ല, വേറെ ആൾക്കാരുണ്ട്. നീ വണ്ടി അതൊക്കെ കൊണ്ടുപോവാ. പൈസ ഇല്ലെങ്കിൽ വരച്ചോണ്ടിരുന്ന കേട്ടാ. ഡേ ബീഡി ഉണ്ടോ? ഇല്ല, പിന്നെ എന്തിനാ അണ്ണാക്കി കുത്തിക്കൊണ്ടിരിക്കുന്നത്? ചുമ്മാ. നല്ല ശീലങ്ങളൊന്നും നിർത്തിക്കളയരുത്. പതുക്കെ പോടാ. അമ്മ എല്ലാരും ഉണ്ടല്ലോ. അല്ലാതെ എവിടെ പോവാ? ഡാ ആ പ്രതി ഇങ്ങ് വന്നു. ഓ അതാ അവന്റെ വസ്തുവിലുണ്ട്. കുറെ നേരം കൊണ്ട് അവിടെ തന്നെ ഇരിക്കാണ്. വിളിച്ചിട്ട് വരണില്ല. മാധവട്ടൻ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. നിനക്ക് ആ മാധവേട്ടനെ കൊണ്ടുപോയി ലൂയിസിന്റെ ആശുപത്രിയെ കിട്ടിയോളാം. പിന്നെ ചാൻ കിടക്കുന്ന ആളെയും കൊണ്ട് സിറ്റി പോകാൻ നിന്നിരുന്നേലേ ഇന്ന് ശവാടക നടത്തായിരുന്നു. ഞാനേ ഒന്ന് അവനെ കണ്ടിട്ട് വരാം. ആ ശരി എന്നാ. അല്ല, ഈ മാധവേട്ടൻ ഇത് എന്ത് പറ്റി? വീര്യം പോരെന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യൂ? എന്റെ സംശയം അതല്ല. മാധവേട്ടന് പണി കൊടുക്കാൻ ലൂയിസ് മനഃപൂർവ്വം ചെയ്തതായിരിക്കും. ഓ അങ്ങനെയാണെ ആദ്യം ചാവേണ്ട നിന്റെ ചാനല്. നീ എന്താടാ ഇവിടെ? ഈ വസ്തുവല്ലടാ എല്ലാത്തിനും കാരണം. ദേ നാട്ടുകാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ഇനി അഥവാ മാധവേട്ടൻ എന്തെങ്കിലും സംഭവിച്ച നമ്മളെല്ലാം കുടുങ്ങും. കൊടുങ്ങട്ടെ, ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടാന്ന്. എടാ നിന്റെ നല്ലതിന് വേണ്ടി തന്നെ ഞാൻ എല്ലാത്തിനും കൂട്ടുനിന്നത്. ഒന്നും വേണ്ടായിരുന്നടാ. അച്ഛനെന്തെങ്കിലും പറ്റിയാ? കൊള്ളാം. എടാ നിനക്ക് ഇൻഷുറൻസ് കാശ് കിട്ടാൻ വേണ്ടിയില്ല ഞാനിതെല്ലാം ചെയ്തത്. എന്നിട്ട് കുഴഞ്ഞു വീണ മാധവേട്ടനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ ആര് പറഞ്ഞു? ഇൻഷുറൻസ് പേപ്പർ നോക്കിയപ്പോ അറിഞ്ഞത്. നോമിനി അവളാടാ ചേച്ചി. അച്ഛൻ മരിച്ച ആ കാശ് കൂടെ അവൾക്ക് പോകും. വീടും കാശും എല്ലാം പോവും. ആശുപത്രിയിൽ ആരുണ്ട്? മാമൻ. നീ പോയില്ലേ? അച്ഛന്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ലടാ. ശരി, എനിക്കൊരാളെ കാണാൻ പോകാനുണ്ട്. നീ വീട്ടിൽ പോകാൻ നോക്ക്. വിഷമിക്കണടാ, എല്ലാം ശരിയാവും. നീ വീട്ടിൽ പോ. എന്തായടോ, കളവൻ ചാവോ? ചാകുവോ ചാവൂലേ എന്നുള്ളതൊന്നും എന്റെ വിഷയമല്ല. ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞു, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി വീടിടിക്കുന്നതും നിരത്തുന്നതും ഒക്കെ നിങ്ങളുടെ കാര്യം. പിന്നെ ആ സ്ഥലം വിൽക്കുന്നത് വരെ എന്റെ ഇതിലെ ഇൻവോൾവ്മെന്റ് ആരും അറിയരുത്. അത് മുതലാളി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്.